കോട്ടയം പുഷ്പനാഥിൻ്റെ ഭീകരമനുഷ്യൻ. ആ കാണുന്ന സ്ഥലമാണ് ഞാൻ അടുത്ത കാലത്ത് വിലയ്ക്ക് വാങ്ങിയത്. ഒരു പ്രസിദ്ധ വൈൻ വ്യാപാരിയായ ബാർദോദി സാത്ർ തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു. തരിശായി കിടന്നിരുന്ന ഒരു കുന്നിൻ ചെരുവിൽ 2000 ഏക്കർ സ്ഥലം വാങ്ങി അതിൽ പുതിയ തരം സങ്കര മുന്തിരിച്ചെടി നടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതോടൊപ്പം ഒരു ഫാക്ടറിയും. വാങ്ങിയ സ്ഥലത്തിൻ്റെ മധ്യഭാഗത്ത് തന്നെ ഫാക്ടറി പണിയുവാൻ അദ്ദേഹം തീരുമാനിച്ചു. വർഷങ്ങളായി ആ സ്ഥലം ഉപയോഗമില്ലാതെ കിടക്കുകയായിരുന്നു. കാലഹരണപ്പെട്ടു പോയ ഏതോ പ്രഭു കുടുംബത്തിൻ്റെ വകയായിരുന്നു ആ സ്ഥലം. അതിൻ്റെ ഏക അവകാശിയായി ശേഷിച്ചിരുന്ന ഒരു വൈമാനികൻ അമേരിക്കയിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ തേടിപ്പിടിച്ച് വളരെ കുറഞ്ഞ ഒരു തുകയ്ക്ക് ആ സ്ഥലം സാത്ർ വാങ്ങുകയാണ് ഉണ്ടായത്. പൈൻ വൃക്ഷങ്ങളും അവിടെവിടെയായി കുറ്റിച്ചെടികളും വളർന്നു നിന്നിരുന്ന ആ സ്ഥലം ഒരു കാലത്ത് നാടിവാഴികളുടെയും അവരുടെ കീഴിലുള്ള പ്രഭുക്കന്മാരുടെയും വകയായിരുന്നു. എന്നാൽ പുല്ലുകൾ മാത്രം ഇടത്തിങ്ങി വളർന്ന ആ സ്ഥലത്ത് ഇപ്പോൾ മാറി മാറിപ്പോകുന്ന കാലിത്തീറ്റക്കാരുടെയും ആട്ടിടയന്മാരുടെയും വാസഭൂമിയായി തീർന്നിരിക്കുകയാണ്. വളരെ കുറഞ്ഞ വിലയ്ക്കാണ് സാത്ർ ആ സ്ഥലം വാങ്ങിയത്. ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിൽ അയാൾക്ക് ഒരു വലിയ വ്യവസായശാലയുണ്ട്. കോടിക്കണക്കിന് രൂപയ്ക്കുള്ള വിദേശ മദ്യങ്ങൾ അവിടെ വിൽക്കുന്നു. അതുപോലെ തന്നെ ആഡംബര സമ്പൂർണമായ 5 ഹോട്ടലുകൾ അയാൾ നടത്തുന്നുണ്ട്. അടുത്ത കാലത്താണ് അയാൾക്ക് സ്വന്തമായി ഒരു വൈൻ ഫാക്ടറി തുടങ്ങണമെന്നും അതിൻ്റെ വിപണി ലോകത്തെമ്പാടും വ്യാപിപ്പിക്കണമെന്നുള്ള ഒരു ആശയമുണ്ടായത്. അതിൻ്റെ ഫലമായി 3 കോടി ഫ്രാങ്ക് കൊടുത്ത് അയാൾ ആ സ്ഥലം വിലയ്ക്ക് വാങ്ങി. ആ കാണുന്ന സ്ഥലം ഫാക്ടറി പണിയുവാൻ പറ്റിയ സ്ഥലമാണ്, സാത്രിനോട് സുഹൃത്ത് പറഞ്ഞു. സാത്രിൻ്റെ സുഹൃത്തായ എഡ്വേർഡ് ഫ്രാങ്ക്ലിൻ ഒരു ശാസ്ത്രജ്ഞനാണ്. സുവോളജിയിൽ ഉന്നത ബിരുദം നേടിയ അദ്ദേഹം ജന്തുശാസ്ത്രത്തെപ്പറ്റി അവഗാഢമായ പാണ്ഡിത്യം നേടിയിരുന്നു. അവർ തമ്മിൽ വളരെ കാലത്തെ സുഹൃത്ത് ബന്ധമാണ് ഉണ്ടായിരുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം പോലെയാകട്ടെ, അവിടെ തന്നെ ഫാക്ടറി പണിത് കളയാം. സാത്ർ സുഹൃത്തിൻ്റെ അഭിപ്രായത്തോട് യോജിച്ചു. സാത്ർ വാങ്ങിയ സ്ഥലത്ത് അപൂർവമായ പല ജന്തുക്കളും ഉണ്ടായിരുന്നു. ഫ്രാങ്ക്ലിനെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് യോജിച്ച പല ജന്തുക്കളും ആ പരിസരത്തുണ്ടായിരുന്നു. അവയെക്കുറിച്ച് ഒരു പഠനം നടത്തുകയെന്ന ഉദ്ദേശവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആദ്യമായി മുന്തിരിച്ചെടികൾ വച്ചുപിടിപ്പിക്കുക എന്ന പദ്ധതിയാണ് അവർ ആസൂത്രണം ചെയ്തത്. അതിനുവേണ്ടി 10,000 തൈകൾ കൊണ്ടുവന്ന് നട്ടു. 3 മാസം കൊണ്ട് ചെടികൾ പടർന്നു പന്തലിൽ കയറി. ഫാക്ടറിക്കുള്ള സ്ഥലം അപ്പോഴും തരിശായി കിടന്നു. ഒരു ദിവസം സാത്ർ അവിടെ വന്നു. കൂടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഫ്രാങ്ക്ലിനും ഉണ്ടായിരുന്നു. ഫാക്ടറിക്ക് വേണ്ടിയുള്ള ഒരു സ്കെച്ച് തയ്യാറാക്കിയിരുന്നു. എഞ്ചിനീയർ നാളെ വന്നേക്കും. ഇന്ന് അദ്ദേഹത്തിന് ഒരു പ്രത്യേക പരിപാടി ഉണ്ടായിരുന്നു. അതിനു മുമ്പ് നാം കുറേ ജോലിക്കാരെ കണ്ടുപിടിക്കണം. താൽക്കാലികമായി ഉണ്ടാക്കിയ ഓഫീസിൽ ഇരുന്നു കൊണ്ട് അവർ ഇരുവരും സംസാരിക്കുകയായിരുന്നു. ഇവിടെയുള്ളവർ ഇത്തരം ജോലിക്ക് വിദഗ്ധരാണോ എന്ന് സംശയമുണ്ട്, ഫ്രാങ്ക്ലിൻ പറഞ്ഞു. പ്രാഥമിക ജോലികൾക്ക് വേണ്ടി ഇവിടെയുള്ളവരെ എടുക്കുന്നതാണ് സാമ്പത്തികമായി നല്ലത്. മാത്രമല്ല, കുറഞ്ഞ കൂലി കൊടുത്താലും മതി, സാത്ർ അഭിപ്രായപ്പെട്ടു. പുറത്ത് താങ്കളെ കാണുവാൻ ഒരാൾ കാത്തു നിൽക്കുന്നു, സാത്രിൻ്റെ പരിചാരകൻ വന്ന് പറഞ്ഞു. കൂട്ടിക്കൊണ്ടുവരൂ, സാത്ർ ഫാക്ടറിയുടെ പ്ലാൻ മടക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. ആ നാട്ടുകാരനായ ഒരു മധ്യവയസ്കൻ കയറി വന്നു സാത്രിനെ അഭിവാദ്യം ചെയ്തു. എനിക്ക് കുറേ ജോലിക്കാരെ ആവശ്യമുണ്ട്, സാത്ർ തൻ്റെ ആവശ്യം അറിയിച്ചു. ഇവിടെയുള്ളവർ കൂടുതലും കൃഷിക്കാരാണ്. ഇങ്ങനെയുള്ള ജോലികൾ അവർക്ക് അറിയാമോ എന്നറിഞ്ഞുകൂടാ. എങ്കിലും ഞാൻ പരിശ്രമിക്കാം. താങ്കൾ പറഞ്ഞതനുസരിച്ച് ഞാൻ ചിലരെയൊക്കെ സമീപിച്ചു നോക്കി. അവരുടെ അഭിപ്രായം താങ്കൾ ഫാക്ടറി പണിയുവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഒരു ശ്മശാനമായിരുന്നുവെന്നാണ്. അതുകൊണ്ട് അവിടെ കുഴിക്കാനൊക്കെ അവർക്ക് ഭയമാണ്. ഏതായാലും നിങ്ങൾ പരിശ്രമിച്ചു നോക്കുക. കുറഞ്ഞത് 100 പേരെയെങ്കിലും നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ വയലിൽ ജോലിയുള്ള സമയമല്ലല്ലോ, സാത്ർ പറഞ്ഞു. ഞാൻ അങ്ങേയറ്റം ശ്രമിക്കാം. പക്ഷേ അവിടം കുഴിക്കുന്ന കാര്യത്തിൽ ഇവിടെയുള്ളവർ താല്പര്യപ്പെടുമോ എന്നെനിക്ക് സംശയമുണ്ട്, അയാൾ വിശദമാക്കി. ഇതാ അഡ്വാൻസ് ആയിരിക്കട്ടെ, സാത്ർ കുറച്ചധികം ഫ്രാങ്ക് അയാളെ ഏൽപ്പിച്ചു. എന്താണ് അവർ പറഞ്ഞത്? നാം ഫാക്ടറിക്കായി ഉദ്ദേശിക്കുന്ന സ്ഥലം സെമിത്തേരിയായിരുന്നെന്നോ? ഫ്രാങ്ക്ലിൻ ചോദിച്ചു. എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ ഞാൻ ഈ സ്ഥലത്തിൻ്റെ ചരിത്രം പഠിച്ചതിൽ നിന്ന് 500 വർഷങ്ങൾക്കുള്ളിൽ ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നില്ലെന്നാണ്. മധ്യകാലഘട്ടത്തിൽ ഇവിടമൊക്കെ ചില ഇടപ്രഭുക്കന്മാർ കൈയടക്കി വെച്ചിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അന്നുള്ള കോട്ടകളുടെ അവശിഷ്ടങ്ങളാണ് ആ കാണുന്നത്. സാത്രി ജനലിൽ കൂടി പുറത്തേക്ക് നോക്കി. നാം ഫാക്ടറി പണിയുവാൻ പോകുന്നത് ആ ഭാഗത്തല്ലേ? അവിടെ ഒരു പഴയ കോട്ടയുടെ അവശിഷ്ടം കാണാനുണ്ട്. ആ കാണുന്ന ഇടിഞ്ഞു പൊളിഞ്ഞ മതിൽക്കെട്ട് പൊളിച്ചു മാറ്റേണ്ടി വരും. അടുത്തിറയ്ക്കുള്ള കല്ലുകൾ അവിടെ തന്നെയുണ്ടെന്ന് തോന്നുന്നു. ഫ്രാങ്ക്ലിൻ ജനലിനടുത്ത് ചെന്ന് നിന്നു മുന്തിരി പടപ്പിന് മുകളിലൂടെ കണ്ണോടിച്ചു കൊണ്ട് പറഞ്ഞു. അവർ അവിടെ വന്നതിന് ശേഷം ഒരു നാട്ടുവഴി കുറെ കൂടി വീതി വർദ്ധിപ്പിച്ചു. കാറും ട്രക്കും കൊണ്ടുവരത്തക്ക രൂപത്തിലാക്കി. ഫാക്ടറിക്ക് ആവശ്യമുള്ള ഇരുമ്പ് സാധനങ്ങളും ആസ്പെറ്റോസും ട്രക്കിലാണ് കൊണ്ടുവന്നത്. അവയെല്ലാം സൂക്ഷിച്ചു വയ്ക്കുവാൻ താൽക്കാലികമായൊരു ഷെഡ് പണിതു.
രാത്രി 8 മണി. സാത്രും ഫ്രാങ്ക്ലിനും അവരുടെ താൽക്കാലിക വസതിയിൽ ഇരിക്കുകയായിരുന്നു. നിലാവില്ലാത്ത ഒരു രാത്രിയായിരുന്നു അന്ന്. തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരുന്നു. ആ സമയം അപരിചിതനായ ഒരു വൃദ്ധൻ വാതിൽക്കൽ വന്ന് നിൽക്കുന്നതായി പരിചാരകൻ അറിയിച്ചു. അയാളോട് കടന്നു വരാൻ പറയൂ. നരച്ചു നീണ്ട താടി രോമങ്ങൾ അയാളുടെ മുഖത്തെ ഒട്ടുമുക്കാലും മറച്ചിരുന്നു. ചകിരിനാരു പോലെയുള്ള പുരികങ്ങൾക്കു താഴെ തീക്ഷ്ണതയുള്ള അയാളുടെ കണ്ണുകൾ തിളങ്ങി. പഴക്കമുള്ള ഒരു അയഞ്ഞ പാൻസും തോൾ കീറിയ ഒരു കോട്ടുമായിരുന്നു അയാളുടെ വേഷം. നാടൻ പുകയിലെ കൈകൊണ്ട് തെറുത്തുണ്ടാക്കിയ ഒരു തടിച്ച ചുരുട്ട് ഇടയ്ക്കിടെ അയാൾ പുകച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ മടുപ്പിക്കുന്ന ഒരു ഗന്ധം അയാൾ കടന്നു വന്നപ്പോൾ തന്നെ ആ മുറിക്കുള്ളിലെ അന്തരീക്ഷത്തിൽ കലർന്നു. നിങ്ങൾ ഇവിടുത്തുകാരനാണല്ലേ? സാത്രു ചോദിച്ചു. തലമുറകളായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെയാണ് കഴിഞ്ഞുകൂടുന്നത്. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളെ ധരിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. അവിടെ ഇരിക്കൂ. ഫ്രാങ്ക്ലിൻ ഒരു കസേര ചൂണ്ടിക്കാണിച്ചു. അയാൾ യാതൊരു മടിയും പ്രകടിപ്പിക്കാതെ കസേരയിലിരുന്നു. ഞങ്ങൾ ഇവിടെ വന്നിട്ട് 3 മാസമായിട്ടും താങ്കളെ ഇവിടെയെങ്ങും കണ്ടിട്ടില്ലല്ലോ, സാത്രു പറഞ്ഞു. ഞാൻ കുറേ കാലമായി ഇവിടെ ഇല്ലായിരുന്നു. 2 ദിവസം മുമ്പ് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഈ പ്രദേശം മുഴുവൻ നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയെന്ന്. വർഷങ്ങളായി ഈ പ്രദേശം ആൾതാമസമില്ലാത്ത വിജനമായി കിടക്കുകയായിരുന്നു. നിങ്ങൾക്കൊരു പക്ഷേ വളരെ വില കുറച്ചായിരിക്കും ഇത് കിട്ടിയത് അല്ലേ? അയാൾ ചോദിച്ചു. ഈ സ്ഥലത്തിൻ്റെ ഇപ്പോഴുള്ള അവകാശിയോടാണ് ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിയത്. അവർക്ക് ഉപയോഗമില്ലാതിരുന്നുകൊണ്ട് വിറ്റതാണ്. 3 കോടി ഫ്രാങ്കിനാണ് കച്ചവടം ഉറപ്പിച്ചത്. ഇവിടെ മുന്തിരി നല്ലവണ്ണം പിടിക്കുമെന്നാണ് മണ്ണ് പരിശോധിച്ചപ്പോൾ മനസ്സിലായത്. 3 മാസം പ്രായമുള്ള മുന്തിരി നിങ്ങൾ കണ്ടില്ലേ? സാത്രു ചോദിച്ചു. കണ്ടു. ഇവിടെയുള്ള മറ്റു മുന്തിരിത്തോട്ടങ്ങളെക്കാൾ തഴച്ചു വളർന്നിട്ടുണ്ട്. അതിന് കാരണമുണ്ട്. അയാൾ കെട്ടുപോയ ചുരുട്ടിന് തീ കൊടുത്ത ശേഷം 2-3 പുകയെടുത്തു. താടി വലത് കൈയിലെ വിരൽ കടത്തി താലോലിച്ചുകൊണ്ട് അയാൾ എന്തോ ഓർമ്മിച്ചിരുന്നു. എന്താണ്? ഫ്രാങ്ക്ലിൻ ചോദിച്ചു. ഈ കാണുന്ന സ്ഥലം മുഴുവൻ യുദ്ധക്കളമായിരുന്നു. എത്രയെത്ര മൃതശരീരങ്ങൾ ഈ മണ്ണിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടെന്നോ? അതുപോലെ മനുഷ്യരക്തം. അത്തരത്തിൽ വളക്കൂറ് ലഭിച്ചതാണ് ഈ സ്ഥലം. അതുകൊണ്ടാണ് നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ മുന്തിരിച്ചെടികൾ ഇത്രമാത്രം നന്നായി വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉണ്ടാകുന്ന മുന്തിരിക്കൊലകൾക്ക് ചുവപ്പ് നിറം കൂടുമെന്ന് എനിക്ക് തോന്നുന്നു. അയാൾ വീണ്ടും ചുരുട്ട് കടിച്ചു പിടിച്ചു. അങ്ങനെയൊരു സ്ഥലമാണോ ഇത്? സാത്രു ചോദിച്ചു. അതെ. നിങ്ങളിത് ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് വാങ്ങുകയില്ലായിരുന്നു അല്ലേ? അതിനെന്താ? സുവോളജിക്കാരനായ ഫ്രാങ്ക്ലിൻ തിരക്കി. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിരുന്നില്ലെങ്കിൽ അറിയിക്കാമെന്ന് കരുതിയാണ് ഞാൻ വന്നത്. പക്ഷേ ഒരു കാര്യം, ആ സ്ഥലം ഫാക്ടറിക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും മൃതശരീരങ്ങൾ കണ്ടുകിട്ടിയെന്ന് വന്നേക്കാം. അയാൾ ഒരു മുന്നറിയിപ്പ് എന്ന വണ്ണം സൂചിപ്പിച്ചു. അതെങ്ങനെ മൃതശരീരങ്ങൾ വരാനാണ്? 500 വർഷങ്ങളായിട്ട് തരിശായി കിടക്കുന്ന സ്ഥലമല്ലേ? വർഷങ്ങൾക്ക് മുമ്പുള്ള മൃതശരീരങ്ങളുടെ നേരിയ അംശം പോലും അവിടെ അവശേഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഫ്രാങ്ക്ലിൻ അഭിപ്രായപ്പെട്ടു. മണി 9 കഴിഞ്ഞു. തണുത്ത കാറ്റിന് ശക്തി കൂടി വന്നു. അതോടൊപ്പം മഞ്ഞ് പൊഴിയാനും തുടങ്ങി. ജാലകങ്ങളിൽ പിടിപ്പിച്ചിട്ടുള്ള ചില്ലുകളിൽ മഞ്ഞു വീണ് അവ ജലകണങ്ങളായി മാറി ഒന്ന് ചേർന്ന് താഴേക്ക് വേരുകളുടെ ആകൃതിയിൽ ഒലിച്ചിറങ്ങിക്കൊണ്ടിരുന്നു. അവരുടെ പരിചാരകൻ കുറേ കൽക്കരി കൊണ്ടുവന്ന് ചിമ്മിനിക്കുള്ളിൽ നിക്ഷേപിച്ചു. കുറേ എണ്ണ ഒഴിച്ച് അയാൾ അതിന് തീ കൊളുത്തി. തീ ആളിപ്പടർന്ന് കൽക്കരി തുണ്ടുകൾക്ക് ചൂട് നൽകി. അല്പം കഴിഞ്ഞ് അവ ചുവന്ന നിറത്തിൽ എരിയാൻ തുടങ്ങി. മുറിക്കുള്ളിൽ തളം കെട്ടി നിന്ന തണുപ്പ് ക്രമേണ ഇല്ലാതായി. താങ്കൾ പറഞ്ഞത് ശരിയായിരിക്കാം, വൃദ്ധൻ പറഞ്ഞു. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അടക്കം ചെയ്ത പല മൃത ശരീരങ്ങളും ഇവിടെയുള്ള ചില കോട്ടകൾക്കുള്ളിൽ നിന്ന് യാതൊരു കേടും കൂടാതെ പുറത്തെടുത്തിട്ടുണ്ട്. അതിനുള്ള കാരണം അന്ന് മൃതശരീരങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്ന പതിവുണ്ടായിരുന്നു. ഇന്ന് ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു തരം തൈലം മൃതശരീരത്തിൽ ലേപനം ചെയ്ത് കല്ലറയ്ക്കുള്ളിൽ അടക്കുകയായിരുന്നു അന്ന് ചെയ്തത്. ഈജിപ്തിലെ മമ്മികളെക്കുറിച്ച് നമുക്കറിയാമല്ലോ. അങ്ങനെയുള്ള മൃതശരീരങ്ങൾ അനവധി ആ ഭാഗത്ത് കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അവ ചിലപ്പോൾ നിങ്ങളുടെ ജോലിക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുവാനിടയുണ്ട്. വൃദ്ധൻ കെട്ടുപോയ തൻ്റെ ചുരുട്ടിന് തീ കൊളുത്തി. വൃദ്ധൻ എന്തിനാണ് ഇങ്ങനെയുള്ള കഥകൾ പറയുന്നതെന്ന് അവർ ചിന്തിച്ചു. ആരും ആവശ്യപ്പെടാതെയാണ് അയാൾ കയറി വന്നത്. അവരെ തടസ്സപ്പെടുത്തക്ക രീതിയിലാണ് സംസാരിക്കുന്നത്. എന്താണതിന് കാരണം? ഫ്രാങ്ക്ലിൻ ചിന്തിച്ചു. പ്രേതപിശാചുക്കളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അയാൾ ചോദിച്ചു. എന്താണിപ്പോൾ ഈ വിഷയങ്ങൾ പറയുവാൻ കാരണം? അതിന് കാരണമുണ്ട്. ഈ സ്ഥലം നിങ്ങൾ വരുന്നതിന് മുമ്പ് വിജനമാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ചില രാത്രികളിൽ ആട്ടിടയന്മാർ ഈ വഴി കടന്നു പോകുമ്പോൾ വിചിത്രമായ പല ശബ്ദങ്ങളും കേട്ടിട്ടുള്ളതായും എനിക്കറിയാം. എന്ത് വിചിത്രമായ ശബ്ദം? ഫ്രാങ്ക്ലിൻ തിരക്കി. കുതിരക്കുളമ്പടികളുടെ ശബ്ദവും വാളുകൾ കൂട്ടിമുട്ടുന്ന ശബ്ദങ്ങളും നിലവിളികളും ഈ സ്ഥലങ്ങളിൽ സാധാരണ രാത്രികാലങ്ങളിൽ ഉയരാറുണ്ട്. അതുപോലെ നിലാവുള്ള രാത്രികാലങ്ങളിൽ ധാരാളം മനുഷ്യരൂപങ്ങൾ ഈ മൈതാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കണ്ടവരുണ്ട്. അതുപോലെ ഒരു രാത്രിയിൽ ഒരു ആട്ടിടയൻ കുറേ ആടുകളുമായി ഈ സ്ഥലത്തുകൂടി വരികയായിരുന്നു. ഈ മൈതാനത്തിനെത്തിയപ്പോൾ അയാൾ ഒരു കുതിരക്കാരനെ കണ്ടു. അയാൾ പഴയകാലത്തെ വേഷവിധാനങ്ങളായിരുന്നു ധരിച്ചിരുന്നത്. ആട്ടിടയനെ കണ്ട് അയാൾ നിന്നു. ആട്ടിടയൻ അയാളെ കണ്ട് പരിഭ്രമിച്ചു പോയി. ഇരുമ്പ് പടച്ചട്ടയും കുന്തവും ധരിച്ചിരുന്ന അയാൾ ഒരു റോമൻ പടയാളിയെ പോലെയായിരുന്നു. അല്പസമയം കഴിഞ്ഞ് അയാൾ കുതിരയെ തിരിച്ച് ഓടിച്ച് കുന്നിൻ ചെരുവിൽ മറയുകയും ചെയ്തു. ആ മനുഷ്യനെ മറ്റു പലരും കണ്ടതായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?
വൃദ്ധൻ മറുപടിക്കായി അവരുടെ മുഖത്തേക്ക് നോക്കി. നിങ്ങൾ പറയുന്നത് ഒരു കെട്ടുകഥയാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു, ഫ്രാങ്ക്ലിൻ പറഞ്ഞു. ഒരു കെട്ടുകഥ പറഞ്ഞ് നിങ്ങളെ വിശ്വസിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഈ ഗ്രാമത്തിലെ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യനാണ് ഞാൻ. ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിലാണ് ഞാനിത് പറയുവാൻ കാരണം. 5 വർഷം മുമ്പ് ഒരാളിവിടെ അടുത്തുള്ള ഒരു സത്രത്തിൽ വന്നു താമസിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് അയാളുടെ മൃതശരീരം ആ കാണുന്ന കുന്നിൻ്റെ താഴ്വരയിൽ കിടക്കുന്നത് കണ്ടു. അയാൾ കൈ ചൂണ്ടി. അയാൾ ലക്ഷ്യം വെച്ച ആ കുന്നിൽ ചരിവ് കറുത്തിരുണ്ട ഒരു ചിത്രം പോലെ കാണപ്പെട്ടു. മഞ്ഞ് അപ്പോഴും പെയ്തുകൊണ്ടിരുന്നു. ഇലകൾ കൊഴിഞ്ഞ വൃക്ഷത്തിൻ്റെ ചില്ലകൾ അസ്ഥികൂടങ്ങളെപ്പോലെ ആകാശത്തിലേക്ക് തലയുയർത്തി നിന്നു. ചിമ്മിനിയിൽ കനൽക്കട്ടകൾ ചുവന്ന നിറത്തിലും അവയിൽ നിന്നും പൊന്തിയ ചെറിയ തീനാളങ്ങൾ നീല നിറത്തിലും കാണപ്പെട്ടു. വൃദ്ധൻ ഇരുമ്പു കമ്പിയെടുത്ത് കൽക്കരി ഇളക്കിയിട്ടു. പൊട്ടിത്തെറിക്കലോടു കൂടി തീ പിടിക്കാത്ത കൽക്കരി കഷ്ണങ്ങൾ എരിയുവാൻ തുടങ്ങി. മുറിക്കുള്ളിലെ തണുപ്പ് നിശേഷം മാറിയിരുന്നു. മണി 10 കഴിഞ്ഞു. വൃദ്ധൻ അപ്പോഴും പോകുന്ന ഭാവമില്ലായിരുന്നു. അയാൾ ചിമ്മിനിക്കടുത്ത് ചടഞ്ഞു കൂടിയിരുന്ന് കത്തിത്തീരാറായ ചുരുട്ടിന് തീ കൊളുത്തി. അയാളുടെ വെള്ളിക്കമ്പികൾ പോലെയുള്ള താഴ്രോമങ്ങൾ ചിമ്മിനിക്കുള്ളിൽ നിന്നും പുറപ്പെട്ട പ്രകാശത്തിൽ തിളങ്ങി. ചെന്നായുടെ കണ്ണുകൾ പോലെ തോന്നിക്കുന്ന അയാളുടെ ചെറിയ കണ്ണുകൾ മുഖത്തെ വെള്ളിരോമങ്ങൾക്കിടയിൽ 2 വൈരങ്ങൾ പോലെ തിളങ്ങി. അത് ചിലപ്പോൾ ഏതെങ്കിലും കാട്ടുമൃഗങ്ങൾ അയാളെ ആക്രമിച്ചതാകാൻ വഴിയുണ്ട്. അല്ലാതെ പ്രേതപിശാചുക്കൾ ആയിരിക്കുകയില്ല. മാത്രമല്ല, ഞങ്ങൾ അതിലൊന്നും വിശ്വസിക്കുന്നില്ല, ഫ്രാങ്ക്ലിൻ തൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞു. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. അനുഭവം വരുമ്പോൾ നിങ്ങളത് വിശ്വസിച്ചെന്ന് വരും, വൃദ്ധൻ തറപ്പിച്ചു പറഞ്ഞു. പരിചാരകൻ 3 ഗ്ലാസുകളിൽ ചായ കൊണ്ടുവച്ചു. വൃദ്ധൻ വായിലേക്ക് വീണുകിടന്ന രോമങ്ങൾ ഇടതു കൈകൊണ്ട് മുകളിലേക്ക് അമർത്തിയ ശേഷം ചായക്കപ്പ് ചുണ്ടിൽ അമർത്തി. അയാൾ ചൂട് ചായ മുത്തി കുടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫ്രാങ്ക്ലിൻ ഭാവവാഹാദികളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു കുതിരവണ്ടി അടുത്തടുത്ത് വരുന്ന ശബ്ദം അവർ കേട്ടു. സാത്രു വാച്ച് നോക്കി. രാത്രി മണി 10:30. വൃദ്ധൻ ആ ശബ്ദം ശ്രദ്ധിച്ച് ചായക്കപ്പ് താഴെ വെച്ചു. ഒരു കുതിരവണ്ടിയുടെ ശബ്ദമാണല്ലോ നാം കേൾക്കുന്നത്. ഇവിടെ ഒരു കുതിരവണ്ടി വരേണ്ട ആവശ്യമെന്താണ്? ഫ്രാങ്ക്ലിനും സാത്രു മുഖത്തോട് മുഖം നോക്കി. ആരായിരിക്കും അത്? ഫ്രാങ്ക്ലിൻ ആരോടുമില്ലാതെ പറഞ്ഞു. കുതിരവണ്ടിയുടെ ശബ്ദം അസാധാരണ ദിവസങ്ങളിൽ കേൾക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? വൃദ്ധൻ തൻ്റെ അഭിപ്രായം ന്യായീകരിക്കുവാൻ ശ്രമിച്ചു. ആ ശബ്ദം അവർ താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ അടുത്തെത്തിയ ശേഷം അകന്നകന്നു പോയി. ഇവിടെ നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെന്ന് ഒരുപക്ഷെ ആ വണ്ടിക്കാരന് മനസ്സിലായിരിക്കും. അതാണ് അയാൾ അടുക്കാതെ പോയത്, വൃദ്ധൻ പറഞ്ഞു. അതെന്താ? സാത്രു ചോദിച്ചു. ഒറ്റയ്ക്ക് ആരെങ്കിലും താമസിക്കുന്ന കെട്ടിടത്തിൽ ആ വണ്ടി നിൽക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങളിപ്പോൾ താമസിക്കുന്ന ഈ കെട്ടിടത്തിൻ്റെ പരിസരം തന്നെ ഒരു കാലത്ത് പ്രേതങ്ങളുടെ ആവാസ കേന്ദ്രമായിരുന്നു. ഇവിടെ പല ദുർമരണങ്ങളും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തനിച്ച് ആരും ഇവിടെ അന്തിയുറങ്ങരുതെന്ന് എനിക്ക് ഒരു അപേക്ഷയുണ്ട്. ഒരിക്കൽ ഒരു ഗവേഷകൻ ഈ പരിസരത്ത് വന്ന് താമസിച്ചു. അയാൾ 2 മൈൽ അകലെയുള്ള ഒരു ഹോട്ടലിൽ ആഹാരം കഴിച്ചതിന് ശേഷം അന്തിയുറങ്ങാൻ വേണ്ടി മാത്രം ഇവിടെ വന്നതാണ്. അയാൾ ഇവിടെ വന്ന വിവരം ഞാൻ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. ഇവിടെ രാത്രി തനിച്ച് ഉറങ്ങരുതെന്ന് ഞാൻ താക്കീത് ചെയ്തതാണ്. പക്ഷേ അയാൾ കേട്ടില്ല. പിറ്റേന്ന് രാവിലെ അയാളുടെ മൃതശരീരമാണ് അയാൾ താമസിച്ച കൂടാരത്തിൽ നിന്ന് കണ്ടെടുത്തത്. അന്നും നാം ഇപ്പോൾ കേട്ട കുതിരവണ്ടിയുടെ ശബ്ദം കേട്ടതായ ആളുകളുണ്ട്. ആ വണ്ടി എവിടെ നിന്ന് വരുന്നെന്നോ എങ്ങോട്ട് പോകുന്നെന്നോ ആർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഈ സ്ഥലത്ത് നിങ്ങൾ തനിച്ച് താമസിക്കരുതെന്ന് പറഞ്ഞത്. വൃദ്ധൻ ചിമ്മിനിയുടെ അടുത്ത് നിന്ന് സാവധാനം എഴുന്നേറ്റു. കയ്യിൽ മടക്കി വെച്ചിരുന്ന കമ്പിളിത്തൊപ്പി കുടഞ്ഞ് അയാൾ തലയിൽ വെച്ചു. വൃദ്ധൻ അവർ താമസിച്ചിരുന്ന കെട്ടിടത്തിൽ നിന്ന് പുറത്തിറങ്ങി അന്ധകാരത്തിൽ മറഞ്ഞു. അയാൾ ഒരു അത്ഭുത മനുഷ്യനാണെന്ന് തോന്നുന്നു, സാത്ര അഭിപ്രായപ്പെട്ടു. മഞ്ഞു വീഴുന്ന ഈ രാത്രിയിൽ, അതും പാതിര നേരത്ത് അയാൾ തനിച്ചു പോകുവാൻ ഭയപ്പെടുന്നില്ല. ഇവിടെ വന്നിരുന്ന് അത്രയും കാര്യങ്ങൾ നമ്മെ അയാൾ എന്തിനാണ് ധരിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ അയാളെ ക്ഷണിക്കുകയോ ഈ സ്ഥലത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ആവശ്യപ്പെടുകയോ ചെയ്തില്ല. അയാൾ ഇവിടെ വന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു നല്ല ഉദ്ദേശമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ നമ്മെ ഇവിടുന്ന് ഭയപ്പെടുത്തി ഓടിക്കണമെന്നുള്ളതായിരിക്കും അയാളുടെ ലക്ഷ്യം. എന്തോ ചില രഹസ്യങ്ങൾ അയാളിൽ അന്തർഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫ്രാങ്ക്ലിൻ തൻ്റെ കോട്ടിൻ്റെ കീശയിൽ നിന്നും പൈപ്പെടുത്ത് അതിനുള്ളിൽ പുകയില നിറയ്ക്കുവാൻ തുടങ്ങി. ഗർവാസീസ്, ഇവിടെ വരൂ, സാത്ര പരിചാരകനെ വിളിച്ചു. ഗർവാസീസ് ആ നാട്ടുകാരനായിരുന്നു. 25 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആ ചെറുപ്പക്കാരൻ അവർ അവിടെ വന്നപ്പോൾ വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവരോടൊപ്പം കൂടിയതാണ്. അതിനുശേഷം അവരുടെ പരിചാരകനായി തീർന്നു. ഒരു ഹോട്ടലിൽ നിന്ന് പരിശീലനം ലഭിച്ചിട്ടുള്ള അയാൾ പാചകകലയിൽ സമർത്ഥനായിരുന്നു. ഗർവാസീസ് തൻ്റെ ചെറിയ ഉറക്കമുറിയിൽ നിന്നും എണീറ്റ് അവരുടെ അടുക്കൽ വന്നു. ഉറക്കച്ചിടവുള്ള കണ്ണുകളോടെ അവൻ തൻ്റെ വെട്ടി നിർത്തിയ താടിരോമങ്ങളിൽ വിരലോടിച്ചുകൊണ്ട് ചിമ്മിനിക്കടുത്തേക്ക് മാറി നിന്നു. ഇപ്പോൾ വന്ന വൃദ്ധനെ നീ അറിയുമോ? സാത്ര ഗർവാസീസിനോട് ചോദിച്ചു. ഇല്ല, ഞാൻ അയാളെ ആദ്യമായി കാണുകയാണ്, അയാൾ പറഞ്ഞു. പക്ഷേ അയാൾ പറഞ്ഞല്ലോ അയാൾ ഈ നാട്ടുകാരനാണെന്ന്. അയാൾ പറയുന്നത് ഞാനും കേട്ടു. എന്നാൽ ഞാൻ അയാളെ ഇതിനു മുമ്പ് ഇവിടെ എങ്ങും കണ്ടിട്ടില്ല. അയാൾ പറഞ്ഞ കാര്യങ്ങൾ നീ കേട്ടോ? കുറേയൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. അതെന്താ ബാക്കി ശ്രദ്ധിക്കാതിരുന്നത്? അയാൾ പറഞ്ഞത് രസകരമായ ഒരു കഥയല്ലേ? അയാൾ പറഞ്ഞ തരത്തിലുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ?
അയാളെ എനിക്ക് പരിചയമില്ലെങ്കിലും അയാൾ ആദ്യം പറഞ്ഞ ചില കാര്യങ്ങൾ ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അയാൾ എവിടേക്കാണ് ഈ രാത്രിയിൽ പോയത്? അയാൾ എവിടേക്ക് പോകാനാണ്? ഈ അടുത്ത പ്രദേശങ്ങളിലെങ്ങും താമസ സൗകര്യങ്ങളില്ലല്ലോ. മാത്രമല്ല ഈ അർദ്ധരാത്രിയിൽ 4-5 മൈൽ ചുറ്റളവിനടുത്ത് ഒരു ഹോട്ടലല്ലാതെ മറ്റൊരു കെട്ടിടവുമില്ല. ഹോട്ടലാണെങ്കിൽ ഈ സമയം അടച്ചു കഴിഞ്ഞിരിക്കും. അയാൾ ഈ മഞ്ഞിൽ തണുത്തു വിറച്ച് ചാകുകയുള്ളൂ, ഗർവാസിസ് പറഞ്ഞു. അയാൾ പറഞ്ഞത് പ്രേതപിശാചുകളെപ്പറ്റിയും അസാധാരണമായ ചില സംഭവങ്ങളെക്കുറിച്ചുമായിരുന്നു. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല, ജന്തുശാസ്ത്ര പണ്ഡിതനായ ഫ്രാങ്ക്ലിൻ പറഞ്ഞു. മണി 1, നമുക്കുറങ്ങാം, സാത്ര എണീറ്റു. ഫ്രാങ്ക്ലിൻ പൈപ്പിലെ കത്തിയെറിഞ്ഞ പുകയിലയുടെ ചാരം കസേരയുടെ കയ്യിൽ തട്ടിക്കളഞ്ഞ ശേഷം അയാളുടെ മുറിയിലേക്ക് പോയി. ചിമ്മിനിയിലെ തീ കെട്ടിരുന്നു. എണ്ണവിളക്കുകൾ കെടുത്തിയ ശേഷം അവർ കിടക്കയിൽ വീണു. പുറത്തപ്പോൾ ശക്തിയായി മഞ്ഞ് വീണുകൊണ്ടിരുന്നു. വളരെ വേഗത്തിൽ അടച്ചുകൊണ്ടിരുന്ന കാറ്റ് ജനാലകളുടെ പാളികളെ വലിച്ചടച്ച് ശബ്ദമുണ്ടാക്കി. അവർ ആ സ്ഥലത്ത് അന്തിയുറങ്ങുന്ന ആദ്യത്തെ രാത്രിയായിരുന്നു അത്. എല്ലാവരും ഉറക്കം പിടിച്ചു കഴിഞ്ഞു. ആ ബംഗ്ലാവ് മുഴുവൻ കൂരിരുട്ടിലും നിശബ്ദതയിലും ആണ്ടു. പെട്ടെന്ന് ഒരു അലർച്ച കേട്ടു. ഫ്രാങ്ക്ലിൻ ചാടി എണീറ്റു. ആ ശബ്ദം കേട്ട ദിക്ക് എവിടെയാണെന്ന് കാതോർത്ത് സ്വല്പസമയം നിന്നു. ആ സ്ഥാനം അയാൾക്ക് പിടികിട്ടിയില്ല. എങ്കിലും ടോർച്ച് എടുത്തുകൊണ്ട് സാത്തറിൻ്റെ മുറിയുടെ വാതിൽക്കലെത്തി. വാതിലിനടുത്തുള്ള ജനാലിൽ കൂടി അയാൾ അകത്തേക്ക് നോക്കി. സാത്തർ ഉറങ്ങുന്നത് അയാൾക്ക് കാണാമായിരുന്നു. ഇനി ആ ബംഗ്ലാവിൽ ശേഷിച്ച മനുഷ്യജീവി ഗർവാസിസ് ആയിരുന്നു. അയാൾ കിടക്കുന്ന മുറിയിലേക്ക് ഫ്രാങ്ക്ലിൻ നടന്നു. മുറി തുറന്നു കിടന്നിരുന്നു. ടോർച്ച് തെളിച്ചുകൊണ്ട് ഫ്രാങ്ക്ലിൻ അകത്തേക്ക് കയറി. അദ്ദേഹം ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. ഗർവാസിസ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. അയാളുടെ കടവായിൽ കൂടി കൊഴുത്ത രക്തം അപ്പോഴും പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. ഫ്രാങ്ക്ലിൻ താഴെ കുനിഞ്ഞിരുന്നു. നിശ്ചലമായി കിടന്നിരുന്ന അയാളുടെ ഇടത് കൈത്തല ഉയർത്തി ഞാടിമിടിപ്പ് പരിശോധിച്ചു. ഗർവാസിസ് മരിച്ചു കഴിഞ്ഞിരുന്നു. ഉടൻ തന്നെ ഫ്രാങ്ക്ലിൻ എണീറ്റ് സാത്തറിൻ്റെ മുറിയുടെ അടുത്തേക്ക് ചെന്നു. വാതിലിൽ തട്ടി അദ്ദേഹത്തെ വിളിച്ചു. ഗാഠനിദ്രയിലായിരുന്നതിനാൽ വളരെ പ്രാവശ്യം വിളിക്കേണ്ടി വന്നു. കണ്ണുകൾ തിരുമ്മി കോട്ടുവായിട്ടുകൊണ്ട് സാത്തർ എണീറ്റ് വന്നു. എന്താണ് മിസ്റ്റർ ഫ്രാങ്ക്ലിൻ ഈ രാത്രിയിൽ? സാത്തർ ചോദിച്ചു. ഗർവാസിസ് അയാളുടെ മുറിയിൽ മരിച്ചു കിടക്കുന്നു, ഫ്രാങ്ക്ലിൻ പറഞ്ഞു. എന്ത്? താങ്കൾ ഈ പറയുന്നത് വാസ്തവമാണോ? അവർ രണ്ടുപേരും ഒന്നിച്ച് ഗർവാസിസ് കിടന്ന മുറിയിലേക്ക് പോയി. സാത്തർ തന്നോടൊപ്പം ഉണ്ടായിരുന്നുകൊണ്ട് ഫ്രാങ്ക്ലിൻ ഗർവാസിസിനെ പരിശോധിക്കാൻ തീരുമാനിച്ചു. അയാൾ ധരിച്ചിരുന്ന കമ്പിളിക്കോട്ട് ഫ്രാങ്ക്ലിൻ നീക്കം ചെയ്തു. ഇതാ, ഇവിടെയാണ് അടിയേറ്റിരിക്കുന്നത്. ഫ്രാങ്ക്ലിൻ അയാളുടെ മാറിലേക്ക് കൈ ചൂണ്ടിക്കാണിച്ചു. ചുമന്ന ഒരുപാട് ഗർവാസിസിൻ്റെ മാറിടത്തിലുണ്ടായിരുന്നു. മാരകമായ ഒരു അടിയേറ്റാണ് ഇവൻ മരിച്ചിരിക്കുന്നത്. ആ അടിക്ക് 7 ബലവാന്മാരായ മനുഷ്യരുടെ ഒന്നു ചേർന്നുള്ള ശക്തി ഉണ്ടായിരിക്കണം. ഇവൻ അലർന്നത് ഞാൻ കേട്ടിരുന്നു. ആ ഒറ്റ അലർച്ചയിൽ ജീവൻ പോകുകയും അതോടൊപ്പം വായിൽ കൂടി രക്തം ഒഴുകുകയും ചെയ്തിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ എഴുന്നേറ്റ് അല്പസമയം ആലോചിച്ചു നിന്നു. ഗർവാസിസിനെ സംബന്ധിച്ചിടത്തോളം ബന്ധുക്കളായി ആരുമുണ്ടെന്ന് തോന്നുന്നില്ല. ഇയാളുടെ മൃതശരീരം ഇവിടെയുള്ളവർ കണ്ടാൽ നമ്മുടെ പ്രവർത്തനത്തിന് പ്രതികൂലമായി ബാധിച്ചേക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഫ്രാങ്ക്ലിൻ പോക്കറ്റിൽ നിന്ന് പൈപ്പെടുത്ത് പുകയില നിറയ്ക്കുവാൻ തുടങ്ങി. താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഇയാളുടെ ശരീരം പുറത്താരും കാണാൻ നാം അനുവദിക്കരുത്. ചിലപ്പോൾ നാട്ടുകാർ ഒത്തൊരുമിച്ച് ഇയാളുടെ മരണകാരണം നമ്മിൽ ചുമത്തിയെന്ന് വരും. അതുകൊണ്ട് പ്രേതം ആരും അറിയാതെ ഈ കെട്ടിടത്തിനുള്ളിൽ തന്നെ മറവ് ചെയ്യുകയാണ് നല്ലത്. പുറത്ത് മറവ് ചെയ്താലോ? സാത്തർ ചോദിച്ചു. 4 അടി കനത്തിൽ മഞ്ഞ് വീണിട്ടുണ്ടാകും. ആ മഞ്ഞ് പോലും നീക്കി ഒരു കുഴിയെടുത്ത് ഇത് മറവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിനാൽ ഈ മുറിയിൽ തന്നെ നമുക്ക് മറവ് ചെയ്യാം. ഫ്രാങ്ക്ലിനും സാത്തറും അടുത്ത മുറിയിൽ പോയി ഒരു മൺവെട്ടിയും 2 ഇരുമ്പ് കമ്പികളും എടുത്തുകൊണ്ടുവന്നു. ഫ്രാങ്ക്ലിൻ ഇരുമ്പ് കമ്പി കൊണ്ട് തറയിൽ ശക്തിയോടെ ഇടിച്ചു. നിൽക്കൂ, താങ്കൾ ഈ ശബ്ദം കേൾക്കുന്നില്ലേ? ഇതിൻ്റെ അടിവശം പൊള്ളയാണെന്ന് തോന്നുന്നില്ലേ? താങ്കൾ ഒന്നുകൂടി പരീക്ഷിച്ച് നോക്കൂ. ഫ്രാങ്ക്ലിൻ 2 തവണ കൂടി തറയിൽ ആഞ്ഞടിച്ചു. അതിൻ്റെ അടിവശം പൊള്ളയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നാം രക്ഷപ്പെട്ടിരിക്കുന്നു. സാത്തർ ഇരുമ്പ് കമ്പിയെടുത്ത് തറയിൽ പല ഭാഗങ്ങളിലായി സ്പർശിച്ചുകൊണ്ട് നടന്നു. ഒരു വൃത്തത്തിനപ്പുറത്ത് ശബ്ദം വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം ആ സ്ഥലത്ത് ആഞ്ഞുകുത്തി. തറ പൊടിഞ്ഞു. വളരെ നേരത്തെ ശ്രമഫലമായി അവർ ഒരു കരിങ്കൽ പാളി ഉയർത്തി ഒരു വശത്തേക്ക് മറിച്ചിട്ടു. ഉള്ളിലേക്ക് ടോർച്ച് തെളിച്ചു നോക്കി. ടോർച്ചിൻ്റെ പ്രകാശം അടിവശം വരെ എത്തിയില്ല. ഇതൊരു വലിയ കിണറാണെന്ന് തോന്നുന്നു. ഫ്രാങ്ക്ലിൻ ഒരു കരിങ്കൽ കഷ്ണമെടുത്ത് താഴേക്കിട്ടു. 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ താഴെ കല്ല് ചെന്ന് പതിയുന്ന ശബ്ദം കേട്ടു. അടിയിൽ വെള്ളമുണ്ടായിരുന്നു. നമുക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ഫ്രാങ്ക്ലിൻ ഗർവാസിസിൻ്റെ മൃതശരീരം വലിച്ചഴിച്ച് ആ കുഴിയിൽ നിക്ഷേപിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ ഒരു വലിയ ശബ്ദത്തോടെ വെള്ളത്തിൽ അലച്ചു വീഴുന്നത് അവർ കേട്ടു. അതിനുശേഷം 2 പേരും കൂടി കരിങ്കൽപ്പാളി വലിച്ചു നീക്കി ആ കിണറിൻ്റെ മുഖം അടച്ചു. താൽക്കാലികമായി അവർ പണിത ആ ബംഗ്ലാവിൻ്റെ തറ വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതായിരുന്നു. ഏതായാലും നാം പ്രതീക്ഷിച്ചതുപോലെ രക്ഷപ്പെട്ടിരിക്കുന്നു. അവർ 2 പേരും മുറികളിലേക്ക് പോയി. ആ രാത്രിയിൽ അവർ ഉറങ്ങിയില്ല. ഗർവാസിസിൻ്റെ മരണം അവരുടെ ഹൃദയങ്ങളിൽ ഒരു ഭീതി വളർത്തി. മണി 5 ആയപ്പോൾ ഫ്രാങ്ക്ലിൻ എണീറ്റ് കുശിനിയിൽ ചെന്ന് ചായ തയ്യാറാക്കി. ഭക്ഷണം പാകം ചെയ്യുവാൻ ഒരാളെ കണ്ടുപിടിച്ചേ മതിയാവൂ, സാത്തർ അഭിപ്രായപ്പെട്ടു. ഇപ്പോൾ നാം അതിന് ശ്രമിക്കുന്നത് ശരിയല്ല. ആരെങ്കിലും സംശയിക്കും. ഗർവാസിസിനെ കുറിച്ച് അന്വേഷിച്ചാൽ നമുക്ക് മറുപടി പറയുവാൻ ബുദ്ധിമുട്ടുണ്ടാകും.
അതിനാൽ ഒരാഴ്ച കഴിഞ്ഞ് നമുക്കതിനൊരു തീരുമാനമെടുക്കാം, ഫ്രാങ്ക്ലിൻ പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ തന്നെ സാത്രിന് പാരീസിലേക്ക് മടങ്ങേണ്ട ഒരു അത്യാവശ്യം വന്നുകൂടി. അവിചാരിതമായി ഉണ്ടായ ഒരു ഏർപ്പാടായിരുന്നു അത്. എനിക്ക് ഹോട്ടലിൽ ചില പ്രശ്നങ്ങൾ തീർക്കാനായി ഉടൻ തന്നെ പോകേണ്ടതുണ്ട്. താങ്കളുടെ നേതൃത്വത്തിൽ ജോലി തുടങ്ങട്ടെ. നാളെ തന്നെ ഞാൻ തിരിച്ചെത്തുവാൻ ശ്രമിക്കും, യാത്രാവേളയിൽ സാത്രി പറഞ്ഞു. തനിച്ച് അവിടെ കഴിച്ചുകൂട്ടുന്നത് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഫ്രാങ്ക്ലിൻ അത് സമ്മതിച്ചു. സാത്രി മുന്തിരിത്തോട്ടം സ്ഥാപിച്ച സ്ഥലത്തു നിന്ന് ഉദ്ദേശം 10 മൈൽ കിഴക്കായി ഒരു ശാസ്ത്രജ്ഞൻ താമസിച്ചിരുന്നു. ലോപ്പസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അദ്ദേഹം മനുഷ്യ ശരീരശാസ്ത്രത്തിൽ അതീവ പാണ്ഡിത്യം കരസ്ഥമാക്കിയിരുന്നു. സങ്കരവർഗത്തിലുള്ള ജന്തുക്കളെ സൃഷ്ടിക്കുക അദ്ദേഹത്തിൻ്റെ ഒരു ഹോബിയായിരുന്നു. ഒറാങ് ഒട്ടാങ് വർഗത്തിലുള്ള കുരങ്ങുകളിൽ മനുഷ്യ ശരീരത്തിലെ ചില ഹോർമോൺസ് കുത്തിവെച്ച് അദ്ദേഹം ചില പരീക്ഷണങ്ങൾ നടത്തി. മനുഷ്യനും കുരങ്ങും തമ്മിലുള്ള വ്യത്യാസത്തെ ഇല്ലാതാക്കുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. അതിനുള്ള പരീക്ഷണങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങളോളമായി. അയാളോടൊപ്പം ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അവളാണ് പരീക്ഷണങ്ങളിൽ അയാളെ സഹായിച്ചു വന്നത്. രാത്രികാലങ്ങളിൽ തനിച്ചിറങ്ങി നടക്കുക ലോപ്പസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിനോദമായിരുന്നു. കൃത്രിമമായി രക്തം നിർമ്മിക്കുക ആയിരുന്നു അയാളുടെ പ്രധാന ലക്ഷ്യം. അതിൽ അയാൾ ഒട്ടുമുക്കാലും വിജയിച്ചെങ്കിലും DNA പ്രവർത്തനം ശരിയായി കൊണ്ടുവരുവാൻ അയാൾ പരാജയപ്പെടുകയാണുണ്ടായത്. മനുഷ്യ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്ന DNA അയാൾ കൃത്യമായ രീതിയിൽ നിർമ്മിച്ചെടുത്തപ്പോൾ അതിന് ഒരു പൈശാചികമായ സ്വഭാവ വിശേഷമാണുണ്ടായത്. ഒരിക്കൽ ഒരു ആൾക്കുരങ്ങൻ്റെ ശരീരത്തിൽ രക്തം മുഴുവൻ വാർത്തെടുത്ത ശേഷം അയാൾ താൻ കണ്ടുപിടിച്ച കൃത്രിമ രക്തം അതിൻ്റെ ശരീരത്തിൽ നിക്ഷേപിച്ചു. സ്വതേ 5 ആളുടെ ശക്തിയുണ്ടായിരുന്ന ആ കുരങ്ങ് ഭീകരശക്തിയുള്ള ഒരു ജന്തുവായിത്തീർന്നു. ഇരുമ്പുകൂട് തകർത്തുകൊണ്ട് അത് പുറത്തു വരുവാൻ ശ്രമിച്ചപ്പോൾ അയാൾ മാരകമായ രശ്മി ഉപയോഗിച്ച് അതിനെ ഭസ്മീകരിച്ചു കളഞ്ഞു. അയാളോടൊപ്പം ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇസബെല്ല എന്ന പെൺകുട്ടി ഇറ്റലിക്കാരിയായിരുന്നു. ജന്തുശാസ്ത്രത്തിൽ ഉന്നത ബിരുദം സമ്പാദിച്ച അവൾ വളരെ യാദൃച്ഛികമായിട്ടാണ് ലോപ്പസുമായി പരിചയപ്പെട്ടത്. സ്പെസിമെൻ അന്വേഷിച്ച് ഫ്രാൻസിലെ വനപ്രദേശങ്ങളിൽ ഒരു സംഘം വിദ്യാർത്ഥികളുമായി എത്തിയ അവൾ ഒരു ദിവസം രാത്രിയിൽ കാണാതായി. അവളുടെ കൂട്ടുകാർ അവളെ തെരഞ്ഞിട്ടും കണ്ടുകിട്ടിയില്ല. കണ്ണു തുറന്നു നോക്കിയപ്പോൾ തികച്ചും അപരിചിതമായ ഒരു സ്ഥലത്ത് താൻ കിടക്കുന്നതായാണ് അവൾ കണ്ടത്. അല്പം കഴിഞ്ഞപ്പോൾ ലോപ്പസ് അവിടെ എത്തി. തടിച്ച ചുണ്ടുകളും ഉരുണ്ട മൂക്കും ചെറിയ കണ്ണുകളും ഉള്ള ലോപ്പസിനെ കണ്ടപ്പോൾ അവൾ ആദ്യം ഭയന്നുപോയി. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ അയാളൊരു ശാസ്ത്രജ്ഞനാണെന്ന് അവൾക്ക് മനസ്സിലായി. അതോടെ അവളുടെ ആശങ്ക മാറി. ഇസബെല്ലയെ അയാൾ കടത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത്. 5 മൈൽ അകലെയുള്ള ഹോട്ടൽ മുറിയിൽ അവൾ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അയാൾ അതിനുള്ളിൽ കയറി മയക്കുമരുന്ന് ഉപയോഗിച്ച് ബോധം കെടുത്തി അവളെ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. എന്നാൽ ഒരു കൊള്ളസംഘത്തിൻ്റെ പക്കൽ നിന്നും അവളെ രക്ഷിച്ചത് താനാണെന്ന് ലോപ്പസ് അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. രാത്രികാലങ്ങളിൽ ലോപ്പസ് ആ വനങ്ങളിലും കുന്നിൻപുറങ്ങളിലും തനിയെ സഞ്ചരിക്കാറുണ്ടായിരുന്നു. ആ സമയം അയാൾ ധരിച്ചിരുന്നത് കറുത്ത നിറമുള്ള നീണ്ട ഒരു അങ്കിയായിരുന്നു. ഒരു കൂർബൻ തൊപ്പി അയാൾ തലയിൽ വെച്ചിരുന്നു. സാധാരണഗതിയിൽ അയാളെ കാണുന്നവർ ഭയന്നു വിറച്ചു പോകും. വളരെ ശക്തി കൂടിയ ആധുനികമായ ഒരു ആയുധം അയാൾ കൊണ്ടു നടക്കാറുണ്ട്. ശബ്ദരഹിതമായ ഒരു തോക്കായിരുന്നത്. ശക്തി കൂടിയ സ്പ്രിങ്ങിൻ്റെ സഹായത്താൽ അതിൽ നിന്നും നിർഗമിക്കുന്ന സൂചി പോലെയുള്ള വെടിയുണ്ടകളിൽ വിഷം നിറച്ചിരുന്നു. ജന്തുക്കളുടെയും മനുഷ്യരുടെയും ശരീരത്തിൽ അവ കിടന്നാൽ നിമിഷം കൊണ്ട് അതിൻ്റെ വിഷം ശരീരം മുഴുവൻ വ്യാപിക്കുകയും ആ ജീവി മരണമടയുകയും ചെയ്യും. എന്നാൽ സാധാരണഗതിയിൽ ലോപ്പസ് ഒരിക്കലും ആ ആയുധം ഉപയോഗിക്കാറില്ല. രാത്രി 8 മണി. ലോപ്പസ് തൻ്റെ പരീക്ഷണശാലയിൽ ഒരു മൃതശരീരം മേശയിൽ കിടത്തി പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്നും പുറത്തുകൊണ്ടിരുന്ന ദുർഗന്ധം അയാൾക്ക് ഒരു പ്രശ്നമല്ലായിരുന്നു. ഇസബെല്ല അടുത്തു തന്നെ നിൽപ്പുണ്ട്. മൃതശരീരങ്ങൾക്ക് കേട് സംഭവിക്കാത്ത രീതിയിലുള്ള ഒരു ഔഷധം നിർമ്മിക്കുകയാണ് എൻ്റെ ലക്ഷ്യം, അയാൾ പറഞ്ഞു. മരണമടഞ്ഞ് അരമണിക്കൂറിനകം രക്തവാഹിനികളിലെ രക്തം മുഴുവൻ നീക്കം ചെയ്ത ശേഷം അതിനുള്ളിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ദ്രാവകം കയറ്റിയാൽ മൃതശരീരത്തിലെ കോശങ്ങൾക്ക് ഒരിക്കലും കേടുകൂടാതെ നിലനിൽക്കുവാൻ കഴിയും. അരമണിക്കൂറിനുള്ളിൽ ഒരു മൃതശരീരം ലഭിക്കുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് അത് പരീക്ഷിച്ചു നോക്കുവാൻ ഇതുവരെ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ജന്തുക്കളിൽ ഞാൻ അത് പരീക്ഷിച്ചു നോക്കി. അയാൾ അടുത്തുള്ള ഒരു കണ്ണാടിക്കൂട്ടിലേക്ക് കൈ ചൂണ്ടി. അതിനുള്ളിൽ ഒരു ഒറാങ് ഒട്ടാങ് വർഗത്തിൽപ്പെട്ട ആൾക്കുരങ്ങ് കിടക്കുന്നുണ്ടായിരുന്നു. അത് 6 വർഷം മുമ്പ് ഞാൻ പരീക്ഷണത്തിന് വിധേയമാക്കിയതാണ്. ഇന്ന് വരെ അതിൻ്റെ കോശങ്ങൾക്ക് യാതൊരു കേടും സംഭവിച്ചിട്ടില്ല. രോമങ്ങൾ പോലും പൊഴിഞ്ഞിട്ടില്ല. ലോപ്പസിൻ്റെ വാസസ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഒരു കുന്നിൻ ചെരുവിലായിരുന്നു. വൃക്ഷങ്ങൾ നിബിഡമായി ചുറ്റും വളർന്നുകൊണ്ട് പുറത്തുള്ളവർക്കാർക്കും ആ കെട്ടിടം കണ്ടുകൂടായിരുന്നു. അത്ര വളരെ പഴക്കമുള്ളൊരു ബംഗ്ലാവായിരുന്നു അത്. ധാരാളം മുറികളുള്ള ആ കൊട്ടാരത്തിൽ രഹസ്യറകൾ ധാരാളം ഉണ്ടായിരുന്നു. ഭൂനിരപ്പിന് താഴെയുള്ള ചില മുറികളിൽ കയറിയാൽ തിരിച്ചിറങ്ങുവാനുള്ള മാർഗം അറിയുവാൻ വിഷമമായിരുന്നു. ബംഗ്ലാവിന് ചുറ്റും അയാൾ പലതരത്തിലുള്ള മുൾച്ചെടികൾ നട്ടുവളർത്തിയിരുന്നു. ആ ചെടികളിൽ ഒരു പരീക്ഷണം മൂലം അയാൾ കൊടിയ വിഷം കുത്തിവെച്ചിരുന്നു. അയാളുടെ പരീക്ഷണം കൊണ്ട് ആ മുൾച്ചെടികളെല്ലാം വിഷലിപ്തം ആയി തീരുകയാണ് ചെയ്തത്. ജന്തുക്കൾ ആ ചെടികളുടെ ഇല ഭക്ഷിക്കുകയോ അവിടെ ശരീരത്തിൽ ആ ചെടികളിൽ ഉയർന്നു നിൽക്കുന്ന മുള്ളുകൾ സ്പർശിക്കുകയോ ചെയ്താൽ തൽക്ഷണം തന്നെ അത് മൃതിയടയുമായിരുന്നു. ആ വിഷമുള്ളുകൾക്കിരയായ പല ജന്തുക്കളും ആ ബംഗ്ലാവിൻ്റെ ചുറ്റുപാടും ചത്തുചീഞ്ഞ് ദുർഗന്ധം പരത്തിക്കൊണ്ടിരുന്നു.
അതുകൊണ്ട് സാധാരണഗതിക്ക് ആരും തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനോ അങ്ങനെയൊരു ബംഗ്ലാവ് ആ കാട്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നെന്ന് മനസ്സിലാക്കാനോ തുനിഞ്ഞിട്ടില്ല. തികച്ചും ആ ബംഗ്ലാവ് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നിന്നും അജ്ഞാതമായിരുന്നു. 4 ചുറ്റും ഉയർന്ന മതിൽക്കെട്ടുകളും ഉള്ളിലേക്കൊരു വാതിലുമാണ് അതിനുണ്ടായിരുന്നത്. മതിൽക്കെട്ടിൽ ചില കാട്ടുവള്ളികൾ പടർന്നു കയറിയതുകൊണ്ട് പുറത്തുനിന്ന് നോക്കിയാൽ അത് വള്ളികൾ പടർന്നു നിൽക്കുന്ന ഒരു സ്ഥലമാണെന്നേ തോന്നുമായിരുന്നുള്ളൂ. അതിനുള്ളിലുള്ള കെട്ടിടത്തിന് ചുറ്റും ഇതുപോലുള്ള വള്ളികളും ചെടികളും പടർന്നു കയറി ആ ബംഗ്ലാവിനെ മറച്ചിരുന്നു. മൃഗങ്ങളുടെ കൊഴുപ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു തരം തിരികളാണ് അയാൾ വിളക്കായി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ അയാളുടെ പരീക്ഷണശാലയിൽ ശക്തി കൂടിയ ബാറ്ററികളിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ച് അയാൾ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ഭൂനിരപ്പിന് താഴെയുള്ള 2 മുറികളിലായിരുന്നു അയാളുടെ പരീക്ഷണശാലകൾ. അയാളുടെ ബംഗ്ലാവിൽ യാതൊരു അതിഥികളും ചെല്ലുക പതിവുണ്ടായിരുന്നില്ല. അയാൾക്ക് ആരുമായി ബന്ധമുണ്ടായിരുന്നില്ല. ഇസബെല്ല മാത്രമാണ് അയാൾ ഒഴികെ ആ ബംഗ്ലാവിൽ കടന്നിട്ടുള്ള ഏക മനുഷ്യജീവി. ഒരു പ്രത്യേക രീതിയിലുള്ള പരീക്ഷണം നടത്തിയിരുന്നതുകൊണ്ട് അയാൾക്ക് സാധാരണ രീതിയിലുള്ള മാനുഷിക വികാരങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. മനുഷ്യ ശരീരം ഒരു യന്ത്രമാണെന്നാണ് അയാൾ വിശ്വസിച്ചിരുന്നത്. ക്രമേണ അയാളുടെ ഹൃദയത്തിൽ നിന്ന് ജീവിസഹജമായ മൃദുല വികാരങ്ങൾ തന്നെ നഷ്ടപ്പെട്ടുപോയി. കുറെ കഴിഞ്ഞ് അയാളോട് ചേർന്നുള്ള ജീവിതത്തിൻ്റെ ഫലമായി ഇസബെല്ലയിലും അങ്ങനെയുള്ള മാറ്റങ്ങളുണ്ടായി. ഒരു പുരുഷനെ കണ്ടാൽ അവൾക്ക് യാതൊരു വികാരവും തോന്നുമായിരുന്നില്ല. ഒരു ജന്തുവിനെയോ മനുഷ്യനെയോ കണ്ടാൽ ആ ശരീരത്തിനുള്ളിലുള്ള ആന്തരിക അവയവങ്ങളും രക്തക്കുഴലുകളുമാണ് അവളുടെ ദൃഷ്ടിയിൽപ്പെടുന്നത്. രാത്രികാലങ്ങളിൽ തനിച്ച് സഞ്ചരിക്കുന്നതിനാൽ ഇസബെല്ലയ്ക്ക് ഭയമില്ലായിരുന്നു. അവളെ കണ്ട് ചില ആട്ടിടയന്മാർ ഭയന്നു വിറച്ച് ഓടിയിട്ടുണ്ട്. ഇസബെല്ല അറിഞ്ഞോ, ഇവിടെ നിന്ന് കുറേ അകലെയായി ഒരു മുന്തിരിത്തോട്ടവും അതിനോട് ചേർന്ന് ഒരു ഫാക്ടറിയും രൂപമെടുക്കുന്നുണ്ട്. ഫാക്ടറി വൈൻ നിർമ്മിക്കാനാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇന്നലെ കുറേ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പോയിരുന്നു. അവിടെ നിന്നുമാണ് ഈ വിവരം അറിഞ്ഞത്. ആ ഫാക്ടറി അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഞാൻ സംശയിക്കുന്നു. അതുകൊണ്ട് ഏതു വിധേനയും അത് അവിടെ തുടങ്ങാതിരിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കണം. ഫാക്ടറി പണിതാലും നമുക്കുള്ള ദോഷം എന്താണ്? ബെല്ല ചോദിച്ചു. ചിലപ്പോൾ സാഹസികരായ ആരെങ്കിലും അതിലുണ്ടെങ്കിൽ അവർ ഇവിടെ വന്നെന്ന് വരാം. അങ്ങനെ വന്നാൽ നമ്മുടെ ഈ രഹസ്യസ്ഥാനം കണ്ടുപിടിക്കപ്പെടും. അതിന് നാം ഒരിക്കലും അനുവദിക്കരുത്. അതിന് നമ്മെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? ബെല്ല ചോദിച്ചു. അവരെ ഭയപ്പെടുത്തി അവിടെ നിന്നും ഓടിക്കുകയാണ് വേണ്ടത്. മുന്തിരിത്തോട്ടം മാത്രം വന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല. എന്നാൽ ഫാക്ടറി വന്നാൽ കുഴപ്പമാണ്. അവർ ഭയന്ന് പിന്മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ബെല്ല പറഞ്ഞു. അവർ ഒരു വലിയ തകര ടിന്നിൽ കട്ടിക്കൂടിയ കുറേ വിറകുത്തുണ്ടുകൾ കത്തിച്ച് ആ ചൂട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ പഴയ ബംഗ്ലാവിൽ ചിമ്മിനി ഉണ്ടായിരുന്നെങ്കിലും അതൊരിക്കലും അവർ ഉപയോഗിക്കാറില്ലായിരുന്നു. ചിമ്മിനിയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന പുക അവരുടെ രഹസ്യസ്ഥാനം പുറത്തറിയിക്കുവാൻ പര്യാപ്തമാകുമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തണുപ്പുള്ള രാത്രികളിൽ ഒരു ടിന്നിൽ വിറകു കഷ്ണങ്ങളിട്ട് തീ പിടിപ്പിച്ച് അവർ തണുപ്പിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു. മേശയിൽ ഒരു മെഴുകുതിരി കത്തി നിന്നിരുന്നു. ആ തിരിയിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരുന്ന അസഹ്യമായ ഗന്ധം അവർക്ക് പരിചയമായിരുന്നുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ല. ബെല്ലയ്ക്ക് കഷ്ടിച്ച് 24-ൽ അധികം വയസ്സും ഉണ്ടായിരുന്നില്ല. നല്ല ഉയരവും ആരോഗ്യവും അവൾക്കുണ്ടായിരുന്നു. ബലിഷ്ഠമായ അവളുടെ കൈത്തണ്ടകൾ ഉരുണ്ട് വടിവൊത്തതായിരുന്നു. ആകർഷണീയത തോന്നുന്ന അവളുടെ കണ്ണുകൾ ആരെയും വശീകരിക്കത്തതായിരുന്നു. നീണ്ട അഗ്രം, അല്പം വളഞ്ഞ നാസികയും ചുവന്ന അധരങ്ങളും തുടുത്ത കവിൾത്തടങ്ങളും ഉള്ള അവൾ അതിസുന്ദരിയായിരുന്നെങ്കിലും ഒരു സ്ത്രീക്ക് ആവശ്യമായ ശാലീനതയില്ലായിരുന്നു. ലോപ്പസുമായുള്ള ബന്ധം അവളുടെ ഹൃദയത്തിലുള്ള സ്ത്രീ സഹജമായ വികാരങ്ങളെ മിക്കവാറും അകറ്റി നിർത്തിയിരുന്നു. മുട്ടിന് അല്പം മുകളിലെത്തുന്ന ഒരു ഫ്രോക്കാണ് അവൾ ധരിച്ചിരുന്നത്. എന്നാൽ ലോപ്പസിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ശരീരം തന്നെ തികച്ചും യന്ത്രങ്ങളെപ്പോലെ പ്രവർത്തിക്കുന്ന കോശങ്ങളെ കൊണ്ട് നിർമ്മിതങ്ങളായിരുന്നു. അവളുടെ ആകാരഭംഗിയിൽ അയാൾക്ക് യാതൊരു വികാരവും ഒരിക്കലും തോന്നിയിട്ടില്ല. പലപ്പോഴും അവർ ഒരുമിച്ച് ഒരു മുറിയിലാണ് കിടന്നുറങ്ങാറുള്ളത്. ഒരു ദിവസം അർദ്ധരാത്രിയിൽ യാദൃച്ഛികമായി ഉണർന്ന ലോപ്പസ് ശരീരത്തിൽ നിന്നും ബ്ലാങ്കറ്റ് വഴുതി മാറിക്കിടക്കുന്ന അവളുടെ അർദ്ധനഗ്നമായ ശരീരം കണ്ടപ്പോൾ അത് അപ്പോൾ തന്നെ കീറിമുറിച്ച് പരിശോധിക്കണമെന്ന് അയാൾക്ക് തോന്നി. എന്നാൽ തൻ്റെ ഒരു സഹായി എന്ന നിലയ്ക്ക് അയാൾ അത് ഉപേക്ഷിക്കുകയാണുണ്ടായത്. അത്തരത്തിലുള്ള സ്വഭാവമാണ് അയാൾക്കുണ്ടായിരുന്നത്. ബെല്ലയും ഏതാണ്ട് അതുപോലെ തന്നെയായിരുന്നു. മധ്യവയസ്കനായ ലോപ്പസിനെ അവൾ ഒരു ഒറാങ് ഒട്ടാങ് എന്ന ആൾക്കുരങ്ങനെ പോലെയേ കരുതിയിരുന്നുള്ളൂ. അയാളുടെ തടിച്ച പുരികങ്ങളും തലയിലെ കുറ്റിരോമങ്ങളും കൈത്തണ്ടയിലെ പിടഞ്ഞുനീറ്റ് നിൽക്കുന്ന ഞരമ്പുകളും അവൾക്ക് ആ വികാരം കൂടുതൽ വളർത്തുകയുള്ളൂ. അങ്ങനെ ഏതാണ്ട് ഒരേ സ്വഭാവമുള്ള 2 ജീവികളായിരുന്നു അവർ. മണി 9 കഴിഞ്ഞു. എനിക്കിന്ന് അസാധാരണമായ രീതിയിൽ ഉറക്കം വരുന്നു, ബെല്ല പറഞ്ഞു. സാധാരണ അവൾ രാത്രി ഉറങ്ങാറില്ല. നീ ഉറങ്ങിക്കോളൂ, ഞാൻ സ്വന്തമായി ചില പരീക്ഷണങ്ങൾ നടത്താൻ പോകുകയാണ്. അയാൾ എണീറ്റ് ഭൂനിരപ്പിന് താഴെയുള്ള തൻ്റെ പരീക്ഷണശാലയിലേക്ക് പോയി. ബെല്ല കുറേ സമയം കൂടി തീ കാഞ്ഞതിന് ശേഷം അവളുടെ ഉറക്കറയിലേക്ക് പോയി. പരീക്ഷണശാലയിലേക്ക് പോയ ലോപ്പസ് കുറേ സമയം കഴിഞ്ഞ് പുറത്തു വന്നു. ബെല്ലയുടെ മുറിയിൽ പോയി നോക്കിയപ്പോൾ അവൾ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. വാതിൽ അടച്ചുറങ്ങുന്ന ഒരു പതിവ് അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ലായിരുന്നു. ലോപ്പസ് തൻ്റെ മുറിയിൽ കയറി വസ്ത്രം മാറി ടോർച്ചും തൻ്റെ ആയുധവും എടുത്തുകൊണ്ട് പുറത്തിറങ്ങി. അയാൾ വനത്തിലെ ഒറ്റയടി പാതയിൽ കൂടി നടന്നു. 2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞപ്പോൾ അയാൾ ഒരു കുതിരവണ്ടി കണ്ടു. കയ്യിലിരുന്ന ടോർച്ച് കൊണ്ട് അടയാളം നൽകിയപ്പോൾ അയാൾ വണ്ടി നിർത്തി. വണ്ടിക്കാരൻ ഇറങ്ങി വന്നു.
വണ്ടിക്കാരൻ അയാളെ കണ്ട് പരിഭ്രമിച്ചു പോയി. സാധാരണ ആ വഴിയിൽ കൂടി യാത്ര ചെയ്യാറുള്ള അയാൾ അത്തരത്തിലുള്ള ഒരു മനുഷ്യനെ ആദ്യമായി കാണുകയായിരുന്നു. എവിടെ പോകണം സാർ? അയാൾ ചോദിച്ചു. അതിന് മറുപടിയായി ലോപ്പസ് അയാളെ അടിച്ചു വീഴ്ത്തുകയാണുണ്ടായത്. അബോധാവസ്ഥയിലായ വണ്ടിക്കാരനെ അവിടെ ഉപേക്ഷിച്ച ശേഷം ലോപ്പസ് കുതിരവണ്ടിയിൽ കയറി കിഴക്കോട്ട് നീണ്ടുപോകുന്ന പാതയിലൂടെ കുതിരകളെ പായിച്ചു. 2 കിലോമീറ്റർ ചെന്നപ്പോൾ അയാൾ അങ്ങകലെയായി കുന്നിൻ ചെരുവിൽ ഒരു പ്രകാശം കണ്ടു. ആ പ്രകാശത്തെ ലക്ഷ്യമാക്കി അയാൾ നീങ്ങി. കുറെ അടുത്തെത്തിയപ്പോൾ ആ പ്രകാശം ഒരു കെട്ടിടത്തിൽ നിന്നാണെന്ന് ബോധ്യമായി. എന്നാൽ അവിടെ കയറി ചെല്ലുവാൻ അയാൾ ധൈര്യപ്പെട്ടില്ല. എപ്പോഴും മറ്റുള്ളവരിൽ നിന്നും അകന്നു നിൽക്കുവാനാണ് അയാൾ ആഗ്രഹിച്ചത്. അതുകൊണ്ട് ആ കെട്ടിടത്തിൻ്റെ അടുത്തുകൂടി അയാൾ കടന്നു പോകുകയാണ് ചെയ്തത്. കഥ തുടരും.